ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് രാവിലെ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ഹറിബറിയൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം ലഞ്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വെള്ളിയാഴ്ച തന്നെയാണ് ലഞ്ച് തന്നെയാണ് ശനിയാഴ്ച ഉണ്ടാവുക. ഇതാണ് അന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് പെട്ടെന്ന് കുറച്ച് വേഗം സോക്കിയാവും, അങ്ങനെ കുറേ സമയം നടക്കുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇത് ഞാൻ അന്നേരം ചെയ്ത് വെച്ചാട്ടോ. ഇതിന് മുമ്പത്തെ വ്ളോഗിലുണ്ടാവും ഇതിൻ്റെ വീഡിയോ. അങ്ങനെ കാക്കുവിൻ്റെ ലഞ്ച് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് ബീഫ് ബിരിയാണി കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ വ്ളോഗ് നോക്കിയാൽ മതി. ആ ലഞ്ച് ബോക്സ് ഇങ്ങനത്തെ സംഭവം കൂടെ ഉണ്ട്. പക്ഷെ ബിരിയാണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇത് വെക്കൂല. കുറച്ച് അതേ ചോറും കറിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. ഇതൊക്കെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. ചോറും ഇതൊക്കെ ഞാൻ എന്തായാലും ഇപ്പം കഴിക്കുന്നില്ലല്ലോ. ഇന്നത്തെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ പാത്രങ്ങൾ കഴുകാനില്ല, ഇത് മാത്രം കഴുകാൻ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കാം. ഇന്ന് ക്യാൻവാസിൽ ചെറുതായിട്ടൊരു അറബിക് കാലിഗ്രഫി ചെയ്യണം വിചാരിക്കുന്നുണ്ട്. സോ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാം. എൻ്റെ അടുത്ത് കാലിഗ്രഫി പെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് ചെയ്യാൻ വിചാരിച്ചു. ഗൈസ്, ഞാൻ എഴുതി കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ എന്താ എഴുതുന്നത് നമുക്ക് മനസ്സിലായോ? മേ ബി തംബ്നെയിലുണ്ടാവും. അൽഹംദുലില്ലാ എന്നാട്ടോ എഴുതുന്നത്. എഴുതിയിട്ട് വരാം. ഞാൻ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു യെല്ലോ പിങ്ക് തീമിലാട്ടോ ഞാൻ ചെയ്യുന്നത്. ബോൾഡ് കളറല്ല. അപ്പം ഏത് കളറാണെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ കളറ് യെല്ലോ ഞാൻ കുറച്ച് ഇതിലേക്ക് ആക്കിയിട്ട് വെള്ളം മിക്സ് ആക്കിയിട്ട് ഞാൻ അതിൽ കാണിക്കുന്ന പോലെ എന്താ പറയുക ചെയ്തിട്ട് ഒരു ടെക്സ്ചർ ഫോം ചെയ്യാം. ഒരു ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചർ ഫോം ചെയ്യാം. ഈ യെല്ലോ ഷെയ്ഡ് ഉണങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ പിങ്ക് കളറാട്ടോ എടുക്കുന്നത്. അപ്പം ഇതാണ് എടുക്കുന്നത്. ഏകദേശം നേരത്തെ പ്രോസസ്സ് തന്നെ. ഈ പിങ്ക് കളറിൽ കുറച്ച് എന്താ പറയുക നല്ലോണം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉള്ള കുറച്ച് ലൈറ്റായിട്ടും പിന്നെ കുറച്ച് ഡാർക്കായിട്ടും എന്താ പറയുക വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിൽ കാണിക്കുന്ന പോലെ തന്നെ പല ഒരു ടെക്സ്ചർ ഫോം ചെയ്യുക. അങ്ങനെ ഒരു മെസ്സി ടെക്സ്ചറായിട്ട് പെട്ടെന്ന് കാണുമ്പോൾ കൊള്ളായി എന്നൊക്കെ തോന്നും. പക്ഷേ ഗൈസ്, ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എന്താ പറയുക, ഇനി വേണ്ടത് ഒരു മെറ്റാലിക് കളർ പെന്നാണ് കേട്ടോ. അല്ലെങ്കിൽ ഗോൾഡൻ പെയിൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടി എളുപ്പമാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ചെയ്തിട്ട് നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ബോർഡർ നമ്മൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്താ പറയുക, നമ്മളിത് ചെയ്യുമ്പോൾ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റ് ഡാർക്ക് അങ്ങനെ ആയിട്ടൊരു മിക്സ് ആയിട്ടുള്ളത്. അപ്പം ആ ബോർഡേഴ്സൊക്കെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ അത് ഫില്ല് ചെയ്യില്ല. ആ ബോർഡറൊക്കെ ഇങ്ങനെ വരച്ചിങ്ങനെ കൊണ്ടുവരും കേട്ടോ. ജസ്റ്റ് ഞാൻ എന്താ ഇത് ഫിനിഷ് ആക്കിയാണ്. അതിന് ശേഷം ഞാൻ ബോർഡർ കൊടുത്തിട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ബോർഡർ കൊടുത്താണ്. ഇങ്ങനെ മനസ്സിലായി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ഞാൻ ഈ മറ്റേ മെറ്റാലിക് കളർ കൊണ്ട് ഞാൻ ഫുള്ള് ബോർഡർ എടുത്തിട്ടുണ്ട്. ഇനി പെയിൻ്റുള്ള ആൾക്കാർ അതിനെക്കൊണ്ട് ചെയ്യാം. ഞാൻ പെർമനൻ്റ് മാർക്കറിനെ കൊണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് ഇങ്ങനെ പോയാൽ മതി. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.
വർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും എന്താ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ ചെയ്യട്ടോ. പിന്നെന്താ, ഇത് സംഭവം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം എടുത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണങ്ങാൻ വേണ്ടി കുറച്ച് അധികം സമയം എടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് ഞാൻ മൊത്തം ഒരുപോലെ കാണിച്ചതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇനി അതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ലഞ്ചായപ്പോൾ നമ്മൾ എനിക്ക് കുറച്ച് ചോറെടുത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചു. ചൂടായിട്ട് ഗൈസ്, എൻ്റെ ഒരു മടി വെച്ചിട്ട് വെക്കുക, ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഫുഡ് കഴിക്കാൻ ചാൻസ് ഉണ്ട്. ചോറൊക്കെ വിളമ്പി മസ്റ്റാകുമ്പം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ഇങ്ങനത്തെ കഷ്ണം വയ്ക്കാം. അപ്പോൾ ഞാൻ സമാധാനത്തിൽ കഴിച്ചിട്ടിടാം. പിന്നെ അതാ ഡിന്നറിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ചെറുപയർ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. ചെറുപയർ, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി സാധാ വെക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുക. അങ്ങനത്തെ ചെറുപയറൊക്കെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കൂട്ടാൻ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാലിനെ വേണമെന്നില്ല, ഞാൻ സാധാരണ പാലൊക്കെ ഒഴിക്കലുണ്ട് കേട്ടോ. അങ്ങനത്തേലും അത് തിളച്ച് വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി തിളപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഞങ്ങൾ കുബൂസിൻ്റെ കൂടാട്ടോ അത് കഴിക്കുന്നത്. ആൾക്കാർ ചോദിച്ചു കുബൂസിനെ തയ്യാവതം ചെയ്യാൻ മീൻ വറ്റിച്ചത് കാക്കോണ കൈസ് മീൻ കറിയൊക്കെ വിട്ട് കഴിക്കാം. കഴിച്ചിട്ട് കാണാം. ബായ്. നമ്മൾ നാരങ്ങ സോഡ ഉണ്ടാക്കാൻ പോകാം. താങ്ക് യു. നാരങ്ങൻ്റെ ഞങ്ങളങ്ങനെ വാളിൽ സെറ്റ് ചെയ്തു പാസ്സേജിട്ടാണ്. അതായത് നമ്മളെ മെയിൻ ഡോർ തുറന്ന് വരുന്നോട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടോടെ കൂടെ ഉണ്ടാവുക. ബൈ.